this high part, okay, we can see like a pillar we can see here, no? So this is what column, okay, height ആയിട്ടുള്ള എല്ലാം റൗണ്ട് ആയിട്ടുള്ള ഒരു ഷേപ്പിൽ നിൽക്കുന്ന ആ ഒരു ഇതാണ് വി യൂസ് ടു സേ ദറ്റ് as column, okay. And then he in his eyes he has two sapphires, and again sapphires also a costly beads ആണ്. ഐസിൽ ഹാപ്പി പ്രിൻസിൻ്റെ ഐസിൽ സഫയേഴ്സ് ആണ് ഉള്ളത്. ആൻഡ് ഇൻ ഹിസ് സ്വാഡ്, ഓക്കെ, വി ക്യാൻ സീ ഹിയർ ഇൻ നെക്സ്റ്റ് പിക്ക് ഐ വിൽ ഷോ യു ക്യാൻ സീ ദാറ്റ്, നോ, ഈ പിക്ചറിൽ ഈ റെഡ് കളറിൽ കാണുന്നുണ്ടല്ലോ, ദറ്റ് ഈസ് എ റൂബി, ഓക്കെ. സോ ഇറ്റ്സ് എ റൂബി ഹിസ് സ്വാഡ് ഹിൽറ്റ് ആൻഡ് ഐസ് ഇതിൽ നല്ലോണം കാണാൻ പറ്റും, കണ്ടില്ലേ, ഒരു ബ്ലൂ കളർ സഫയർ ആണ്, ഓക്കെ, അതാണ് സഫയർ. ആൻഡ് ഇൻ ഹിസ് സ്വാഡിൽ എന്തുണ്ട്, ഒരു സഫയർ ഒരു റൂബിയും ഉണ്ട്. സോ ഇറ്റ് ഈസ് ഫുൾ ഓഫ്, ആൻഡ് ഹിസ് ഹോൾ ബോഡി ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് വിത്ത് തിൻ ലെയർ, ഓക്കെ, തിൻ ലീവ്സ് ഇൻ ദ സെൻസ് തിൻ ലെയർ ഓഫ് ഫൈൻ ഗോൾഡ്, ഓക്കെ. നോട്ട് ദ ഹോൾ സ്റ്റാച്യു ഫുള്ളായിട്ട് ഗോൾഡ് വെച്ചിട്ടല്ല, ബട്ട് എ ലെയർ, ഓക്കെ, അതിൻ്റെ മുകളിൽ ഗോൾഡിൻ്റെ ലെയറാണ്, ക്ലിയർ. സോ ഹി വാസ് വെരി മച്ച് അഡ്മയർഡ് ഇൻഡീഡ്. Be like the happy prince, he never cries for anything, said a mother to her little boy who was crying for the moon. I am glad there is someone in the world who is quite happy, muttered a disappointed man. And next, what is happening? Okay, everybody in the city used to love happy prince, okay. They just admired, അത്രയും ഹാപ്പി പ്രിൻസിനെ സ്നേഹിക്കാണ്. ഇൻഡീഡ് പറഞ്ഞാൽ റിയലി they loved him so much. And then a mother is telling to her son that be like happy prince-നെ പോലെ നിൽക്ക്, അവൻ എന്തിനു വേണ്ടിയിട്ടും കരയൂല. അങ്ങനെ ഒരു മദർ ഒരു ചൈൽഡിനോട് പറയണം, ദ ചൈൽഡ് ഇസ് ക്രൈയിങ് ഫോർ ദ മൂൺ, ഓക്കെ. ആൻഡ് ദെൻ അനദർ ഡിസപ്പോയിൻറ്റഡ് മാൻ, വേറെ ഒരു സങ്കടമുള്ള ഒരാൾ ഹാപ്പി പ്രിൻസിനെ നോക്കി പറയുന്നുണ്ട്, വാട്ട് അറ്റ്ലീസ്റ്റ് വൺ പേഴ്സൺ ഇൻ ദ വേൾഡ്, അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഈ ലോകത്തിൽ ഹാപ്പി ആയിട്ട് നിൽക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഹീസ് മട്ടേഡ് ഇൻ ദ സെൻസ് നമ്മളോട് തന്നെ സംസാരിക്കില്ല. നമ്മൾ ചില സമയത്ത് വി യൂസ് ടു ടോക്ക് വിത്ത് ആർ സെൽഫ്, നമ്മളോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഓക്കെ. സോ ബ്ലാബറിങ്, സോ ദാറ്റ് ഇസ് വാട്ട് വി യൂസ് ടു സേ as മട്ടേഡ്, ഓക്കെ. സോ എവ്രിബഡി ഇൻ ദ സിറ്റി ലവ് ഹാപ്പി പ്രിൻസ്. ആൻഡ് ദെൻ നെക്സ്റ്റ്, the little swallow. Now another character is coming to the story. Who's that? It is little swallow. One night there flew over a city a little swallow. His friends had gone away to Egypt to save themselves from the approaching winter, okay. So one night എന്ത് ചെയ്യാണ്, one നൈറ്റിലാണ് the swallow is flying over to the happy prince city, and all his other friends had gone away to Egypt like already they have gone, okay. And from escaping from the winterland രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. We know that birds used to migrate from one place to another place to save themselves from winter season. We know that winterൽ നല്ല തണുപ്പായിരിക്കും, not like in our India. വേറെ സ്ഥലത്തൊക്കെ നമുക്ക് കാണാമല്ലോ അങ്ങനെ ശരിക്കും ഇങ്ങനെ മഞ്ഞൊക്കെ ഇങ്ങനെ വീകുന്നത് വി ക്യാൻ ഏബിൾ ടു സീ. സോ ഫ്രം ദറ്റ് വിൻ്ററിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ദേ യൂസ്ഡ് ടു ഗോ ഫ്രം മൈഗ്രേഷൻ എന്ന് പറയും, അതിനാണ് ഒരു പ്ലേസിൽ നിന്ന് അടുത്ത വേറെ ഒരു പ്ലേസിലേക്ക് അവർ പറന്നു പോകും. സോ ദ സ്വാലോസ് ഗ്രൂപ്പ് ആൾസോ വെൻ ടു ഈജിപ്തിൽ നല്ല ചൂടാണല്ലോ, സോ അവിടേക്ക് ആൾറെഡി അവരൊക്കെ പോയി. നൗ the swallow is also on his way to ഈജിപ്തിലേക്ക് പറന്ന് പോകുമ്പോഴാണ് it is decided to take rest for a while. So where shall I stay, he asked himself. Then he saw the statue on the tall column. I will stay there, he cried. He alighted just between the feet of the happy prince, okay. എന്ത് ചെയ്തു, and then വേഴ്സാളെ എവിടെയാ സ്റ്റേ ചെയ്യാൻ വിചാരിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് വരുമ്പോൾ, ആൻഡ് ഹീ ജസ്റ്റ് ഫൈൻഡ് ദ ടോൾ കോളം, ആ സ്റ്റാച്യു, ഒരു ടോൾ കോളമിൻ്റെ മേലെ ആ സ്റ്റാച്യു നിൽക്കുന്നത് കാണുന്നുണ്ട്. സോ ഓക്കെ, നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം. ഹീ ക്രൈഡ് ആൻഡ് അഗൈൻ ക്രൈഡ് ഇൻ ദ സെൻസ് ഹിയർ നോട്ട് ക്രൈയിങ്, കരയുന്നതല്ല, ഓക്കെ, ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒച്ചയ്ക്ക് പറയുന്നതാണ് ക്രൈഡ് എന്ന് പറയാം. ആ സ്ഥലം കണ്ടപ്പോൾ ഇഷ്ടമായി, എന്നെ ഇവിടെ താമസിക്കുക, അവിടെ സ്റ്റേ ചെയ്യുക പറഞ്ഞിട്ട് ഹീ അലൈറ്റഡ് മീൻസ് ഇങ്ങനെ സ്ലോ ആയിട്ട് പറന്നിട്ട് അവിടെ ലാൻഡ് ആവാൻ in that feet of happy prince. And then I have a golden bedroom, he said. When he put his head under his wing, a large drop of water fell on him, okay. അതിന് എന്ത് ചെയ്യാം, എനിക്കൊരു ഗോൾഡൻ ബെഡ്റൂം കിട്ടി എന്ന് പറഞ്ഞിട്ട്
ഹീസ് അബൌട്ട് ടു ടേക്ക് റെസ്റ്റ്. ഓക്കെ, ഇങ്ങനെ വിങ്സിൻ്റെ ഉള്ളിൽ തല ഇട്ടിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ പോവാൻ നേരത്ത് എ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഫെൽ ഓൺ ഹിം. ഓക്കെ, what a curious thing, he cried. There is not a single cloud in the sky. The stars are quite clear and bright, and yet it is raining. Okay, so what a curious thing. ഇതെന്താ അങ്ങനെ ഒരു വ്യത്യസ്ത ഉള്ളതുപോലെ, ബിക്കോസ് എന്താണ് ക്യൂരിയോസിറ്റി, ഒരു ആകാംക്ഷ അങ്ങനെയൊക്കെ പറയില്ല. ഇതെങ്ങനെ ഇങ്ങനെ സംഭവിക്കുക? ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ക്ലൗഡി ആൻഡ് ദ സ്കൈ ഈസ് വെരി ക്ലിയർ. വി ക്യാൻ ഏബിൾ ടു സീ ദ സ്റ്റാർസ്. So how come a raindrop fall on me? Okay, because we know that during the rain, rain illa samayathu we can't able to see the stars. Stars na കാണാൻ പറ്റില്ല rain illa samayathu. Okay, so now the little swallow can able to see the stars and the sky is also not cloudy. പിന്നെ എങ്ങനെയാ ഇങ്ങനെ raindrop എൻ്റെ മേലെ വീകുന്നേ? And another drop fell. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ one more drop fell on him. I must look for another place, he said, and was about to fly away. But before he had opened his wings, a third drop fell, and he looked up and saw. Okay, so ഞാൻ വേറെ ഒരു പ്ലേസ് കണ്ടുപിടിക്കണം പറഞ്ഞിട്ട് ഇറ്റ് ഇസ് അബൌട്ട് ടു ഫ്ലൈ ചെയ്യാൻ തുടങ്ങാൻ നേരത്ത് ആൻഡ് അഗെയിൻ എന്താണ് വൺ മോർ ഡ്രോപ്പ് ആൻഡ് തേർഡ് ഡ്രോപ്പ് ആൾസോ ഫെൽ ഓൺ ഹിം. അപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് നോക്കുക. ദാറ്റ് ടൈം ഹീ സോ സംതിങ്. ഓക്കെ, വാട്ട് ഡിഡ് ഹീ സീ? എന്തായിരിക്കും കണ്ടത്? കാണാം. സോ ദ ടീയേഴ്സ്. The eyes of the happy prince were filled with tears, and the tears were running down his golden cheeks. His face was so beautiful in the moonlight that the little swallow was filled with pity. Okay, so what is saying here, we can see this pic. Ee pic കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. The little swallow is looking the happy prince is looking so beautiful in that moonlight. happy prince നെ കാണാൻ അത്രയ്ക്കും ഭംഗിയാണ്. ബട്ട് ഹിസ് ഐസ് ആർ ഫിൽഡ് വിത്ത് ടീയേഴ്സ് ആൻഡ് ടീയേഴ്സ് റോളിങ് ഡൗൺ ആണ് ഹിസ് ചീക്സ്. അങ്ങനെ കണ്ണീര് നിറഞ്ഞിക്കാണ് ഇങ്ങനെ പിന്നെ ഇങ്ങനെ റോളായി ചീക്സിൽ ഇങ്ങനെ റോളായി താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ടീയേഴ്സ്. സോ ആഫ്റ്റർ സീയിങ് ദറ്റ് സീൻ ദ ലിറ്റിൽ swallow feel pity. ഒക്കെ പാവം തോന്നി. ഹാപ്പി പ്രിൻസിനെ കണ്ടപ്പോൾ പാവം തോന്നിയിട്ടുണ്ട് അങ്ങനെ കരയുന്നത് കാണുമ്പോൾ. ഹു ആർ യു? ഹി ആസ്ഡ്. I am the happy prince. Why are you weeping then? asked the swallow. Okay, നീ ആരാണ്? ഹാപ്പി പ്രിൻസ് ആണെന്ന് പറഞ്ഞു. ഹാപ്പി പ്രിൻസ് ആണെങ്കിൽ പിന്നെ എന്തിനാ കരയുന്നേ? Why are you weeping? Weeping in the sense crying. Okay, weeping meaning is crying. പിന്നെ എന്തിനാ കരയുന്നേ? When I was alive, I did not know what tears were. I lived in the palace. I lived in the palace. Sorrow was not allowed to enter there. Everything about me was so beautiful. My courtiers called me the happy prince, and happy indeed I was, if pleasure be happiness. Okay, so when I was alive, ഞാൻ ജീവനോട് ഉണ്ടായിരുന്ന സമയത്ത്, ഓക്കെ, ഞാൻ ജീവിച്ചിരുന്ന ടൈമിൽ that I did not know, എനിക്ക് എന്താണ് ടീയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പോലും അറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ടീയേഴ്സ് ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട് ഈസ് സോറോ. ഓക്കെ, സോറോ എന്ന് പറഞ്ഞാൽ സങ്കടങ്ങളാണല്ലോ. സങ്കടങ്ങളൊന്നും എൻ്റെ പാരൻസിൻ്റെ ഉള്ളിൽ അലൗഡേ അല്ല. എവ്രിതിങ് അബൌട്ട് മീ വാസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് ഫിൽഡ് വിത്ത് ഹാപ്പിനെസ്. എവ്രിതിങ് അറൗണ്ട് മീ വാസ് ഓൺലി happiness and nothing else. So that only the courtiers in my palace used to call me happy prince. So after I dead also, what they do, ഇങ്ങനെ വലിയ ഒരു ഹൈറ്റിൽ and then happy indeed if pleasure be happiness. So ഫുള്ളും എന്നെ ചുറ്റിൽ എപ്പോഴും ഹാപ്പിനെസ് ആയിരിക്കും. സോ പ്ലഷർ ആൻഡ് ഹാപ്പിനെസ്, ഓക്കെ, എല്ലാം ശരിക്കും ഫുള്ളും ഹാപ്പിനെസ് ആണ്. സോ ഐ ലിവ്ഡ് ആൻഡ് സോ ഐ ഡൈഡ്. And now that I am dead, they have set me up here high. I can see all the ugliness and misery of my city. And though my heart is made of lead, I cannot but weep. Okay, അങ്ങനെയാണ് I lived and dead in the sense അങ്ങനെയാണ് ഞാൻ ജീവിച്ചതും അങ്ങനെയാണ് മരിച്ചതും. ഓക്കെ, ആൾ ടൈം ഞാൻ ജീവിച്ചിരുന്ന സമയത്തും ഹാപ്പി ആയിരുന്നു, മരിക്കാൻ നേരെ വരെ ഞാൻ ഹാപ്പി തന്നെ ആയിരുന്നു. സോ ആഫ്റ്റർ മൈ ഡെത്ത്, ഓക്കെ, ആഫ്റ്റർ മൈ ഡെത്ത് അവരെന്ത് ചെയ്തു? കോർട്ടിയേഴ്സ്
ഒരു വലിയ ഒരു സ്റ്റാച്യു ഉണ്ടാക്കി അങ്ങനെ ഹൈറ്റുള്ള ഒരു സ്ഥലത്ത് എന്നെ കൊണ്ട് ഈ സിറ്റിയിൽ വെക്കുകയും ചെയ്തു. സോ ഫ്രം ദിസ് ഹൈറ്റ് ഐ ക്യാൻ ഏബിൾ ടു സീ ഓൾ ദ അഗ്ലിനെസ്. ഓക്കെ, ഓൾ ദ അഗ്ലിനെസ് മീൻസ് ആ സിറ്റിയിൽ എന്തൊക്കെയാണ് ചീത്തയായിട്ട്, മേ ബി റോങ് ആയിട്ട്, തെറ്റായിട്ട് നടക്കുന്ന കാര്യങ്ങളും, അതേപോലെ മിസറി ഇൻ ദ സെൻസ് ഈ പാവങ്ങൾക്കുള്ള കഷ്ടപ്പാട് ഉണ്ടാവില്ലേ, പാവപ്പെട്ടവർക്കുള്ള കഷ്ടപ്പാട്, അതൊക്കെ എനിക്ക് കാണാം, അവരുടെ സങ്കടങ്ങൾ അതൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഫ്രം ദിസ് ഹൈറ്റ്. സോ ഈവൻ ദോ മൈ ഹാർട്ട് ഇസ് മേഡ് അപ്പ് ഓഫ് ലെഡ്. ഓക്കെ, ലെഡ് ഇറ്റ്സ് ഗോൾഡ് സിൽവറെ പോലെ ലെഡ് ഒരു മെറ്റലാണ്. അയണൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു മെറ്റലാണ് ഈ ലെഡ് എന്ന് പറയുന്നത്. സോ ഹിസ് ഹോൾ ബോഡി ഈസ് മെയ്ഡ് വിത്ത് ലെഡ്. നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. ആ ഫുൾ സ്റ്റാച്യൂവും ഗോൾഡ് അല്ല, അതിൻ്റെ ലെയറാണ്. ഓക്കെ, ആ സ്റ്റാച്യൂവിൻ്റെ മുകളിലുള്ള ഒരു ലെയർ മാത്രമാണ് ഗോൾഡ്, ഉള്ളിൽ ലെഡാണ്. സോ ലെഡ് ഈസ് എ സ്ട്രോങ് മെറ്റൽ. ഓക്കെ, വെരി സ്ട്രോങ് മെറ്റൽ. സോ അതാണ് ആ ഹാപ്പി പ്രിൻസ് പറയുന്നത്, മൈ ഹാർട്ട് ഇസ് മെയ്ഡ് അപ്പ് വിത്ത് ലെഡ്. അത് അത്രയും സ്ട്രോങ് ആണെങ്കിൽ പോലും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് കരയാണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ഐ കനോട്ട് ബട്ട് വീപ്പ്. എനിക്ക് കരയാണ്ട് ഇരിക്കാൻ കഴിയുന്നില്ല. ഓക്കെ, അതാണ് പറയുന്നത്. സോ നെക്സ്റ്റ് ദ റിക്വസ്റ്റ്. The request. Far away, continued the statue in a low musical voice. Far away, in a little street, there is a poor house. One of the windows is open, and through it, I can see a woman seated at a table. She is so tired. In a bed in the corner of the room, her little boy is lying ill. He has a fever and is asking for oranges. His mother has nothing to give him but river water. So he is crying. So far away, okay, ദൂരേക്ക് എന്താണുള്ളത്? A little street is there, and in that street there is a poor house. So one window is open in that house. So through that window I can able to see a mother sitting in a table, and also a son is lying on the bed and he is having fever and he is crying for oranges. Okay, but the mother couldn't able to give him anything എക്സെപ്റ്റ് റിവർ വാട്ടർ. ഓക്കെ, അവന് കൊടുക്കാൻ വീട്ടിൽ എന്ത് മാത്രമേ ഉള്ളൂ? വെള്ളം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം അത്രയ്ക്കും കഷ്ടപ്പാടിലാണ്. സോ ദാറ്റ് ഓൺലി ദ ബോയ് ഈസ് ക്രൈയിങ്. അപ്പോൾ ആ മദറും സാഡ് ആവില്ലേ? ഇങ്ങനെ ഒരു സുഖമില്ലാണ്ടിരിക്കുന്ന കുട്ടിക്ക് ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത വിഷമത്തിലാണ് ആ മദർ ഇരിക്കുന്നത്. സോ both of them are tired and he is crying also for the oranges. And then swallow, swallow, little swallow, will you not bring her the ruby out of my sword hilt? ഓക്കെ, ലിറ്റിൽ സ്വാലോ, എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എന്ത്? എൻ്റെ റൂബി, ദാറ്റ് ഈസ് എൻ്റെ സ്വാഡിലുള്ള ആ റൂബി എടുത്തുകൊണ്ട് പോയിട്ട് അവർക്ക് കൊണ്ടു കൊടുക്കുമോ? ഓക്കെ, ഒരു റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കാൻ. എൻ്റെ സ്വാഡ് ഹിൽറ്റിലുള്ള ഈ റൂബി നമ്മൾ കണ്ടില്ല, അതാ ഈ പിക്ചറിൽ ഇതാ റെഡ് കളറിലുള്ള ദിസ് വൺ. ഓക്കെ, ഈ റൂബി എടുത്തു കൊണ്ടുപോയിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുമോ? അവർ അത്രയും വിഷമത്തിലാണ്. സോ യു പ്ലീസ് give my ruby to that lady. I am waited for in Egypt, said the swallow. My friends are flying up and down the Nile. Okay, ഞാൻ എന്തിനു വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ട് അവിടെ ഈജിപ്തിൽ കാത്ത് നിൽക്കുന്നുണ്ട് ആൾക്കാർ. മൈ ഫ്രണ്ട്സ് ആർ ഫ്ലൈയിങ് അപ്പ് ആൻഡ് ഡൗൺ ഇൻ ദ നൈൽ. നൈൽ ഇറ്റ്സ് എ നെയിം ഓഫ് എ റിവർ. ഓക്കെ, ഈജിപ്തിലുള്ള ഒരു റിവറിൻ്റെ പേരാണ് നൈൽ. സോ അതിൻ്റെ അവിടെയൊക്കെ എൻ്റെ ഫ്രണ്ട്സ് മുകളിലും താഴത്തായിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. അവർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അവിടെ. സോ swallow, little swallow, said the prince, will you not stay with me for one night and be my messenger? The boy is so thirsty and the mother so sad. And again the happy prince is requesting and begging to the swallow to stay with him for one night and be a messenger for him. ഓക്കെ, ഒരു ദിവസം മാത്രം എൻ്റെ കൂടെ നിന്നിട്ട് എൻ്റെ മെസ്സഞ്ചറായിട്ട്, മെസ്സഞ്ചർ ഇൻ ദ സെൻസ് എ പേഴ്സൺ ഹു പാസ് മെസ്സേജ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. ഓക്കെ,
നമ്മൾ മെസ്സഞ്ചർ ആപ്പൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഒരാളുടെ അടുത്ത് നിന്ന് ഇന്നൊരാളിലേക്ക് മെസ്സേജ് എത്തിക്കുന്ന ആളാണ് മെസ്സഞ്ചർ. സോ അവപ്പോൾ എന്ത് ചെയ്യണം? വാട്ട് ഈസ് ദ ലിറ്റിൽ സ്വാലോ ഹാസ് ടു ഡു? ഹാപ്പി പ്രിൻസിൻ്റെ നിന്ന് ആ റൂബി എടുത്തു കൊണ്ടുപോയിട്ട് ആ മദറിൻ്റെ കയ്യിൽ കൊടുക്കണം. സോ ദറ്റ് ഈസ് ദ വർക്ക് ഹി ഹാസ് ടു ഡു ആസ് എ മെസ്സഞ്ചർ. സോ ദ ഹാപ്പി പ്രിൻസ് റിക്വസ്റ്റഡ് the swallow and he also added that the boy is very thirsty. ബോയ് നല്ല ദാഹിച്ചിരിക്കുകയാണ്. അതേപോലെ മദറും വെരി സാഡാണ്. എന്തുകൊണ്ട്? ഷീ കുഡിൻറ്റ് ഏബിൾ ടു ഗിവ് എനിത്തിങ് ടു ദറ്റ് ബോയ്, ആ സണ്ണിന്. ഓക്കെ, തൻ്റെ മോന് വേണ്ടിയിട്ട് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമത്തിൽ ആ മദർ ആൾസോ വെരി വെരി സാഡ്. സോ ഐ ഡോണ്ട് തിങ്ക് ഐ ലൈക്ക് ബോയ്സ്, ആൻസർ ദ swallow. Last summer when I was staying on the riverside, there were two rude boys who always threw stones at me. They never hit me, of course. We swallows fly far too well for that. Okay, I don't think I like boys. എനിക്ക് ബോയ്സിനെ ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ട്? ബിക്കോസ് ലാസ്റ്റ് സമ്മർ 2 boys throwing stones at me. ഓക്കെ, വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് വെറുതെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ മുകളിൽ എന്ത് ചെയ്യാണ്? സ്റ്റോൺസ് എടുത്ത് എറിയാണ്. അപ്പോൾ അത് എറിയുമ്പോൾ മേ ബി ഇറ്റ് നോട്ട് ഹിറ്റ് മീ, അത് എനിക്ക് കൊല്ലണമൊന്നുമില്ല, എൻ്റെ മേലെ കൊണ്ടിട്ടൊന്നുമില്ല. ബിക്കോസ് വി സ്വാലോസ് ആർ ഫ്ലൈ വെരി ഫാസ്റ്റ്. അവിടെ നിന്ന് വേഗം പറന്ന് ദൂരേക്ക് പോയിക്കാളും, അത്രയും സ്പീഡ് നമ്മൾ പറന്ന് പോകും. അതുകൊണ്ട് ഞങ്ങളുടെ മേലെ കൊണ്ടിട്ടൊന്നുമില്ല. ബട്ട് ദേ ആർ ജസ്റ്റ് റൂഡ്, ദേ ആർ വെരി റൂഡ്. ഓക്കെ, വിതൗട്ട് എനി റീസൺ അവർ ഇങ്ങനെ റഫായിട്ട് ഞങ്ങളോട് ഇങ്ങനെ മോശമായിട്ട് ഞങ്ങളോട് പെരുമാറാണ് ആ ബോയ്സൊക്കെ. അതുകൊണ്ട് എനിക്ക് ബോയ്സിനെ ഇഷ്ടമല്ല. ബിക്കോസ് ഇവിടെ ആ ബോയിനെ സഹായിക്കാനാണല്ലോ ഹാപ്പി പ്രിൻസ് പറയുന്നത്. സോ എനിക്ക് ആ പൊതുവേ ബോയ്സിനെ ഇഷ്ടമല്ല. അങ്ങനെയാണ് സ്വാലോ ഹാപ്പി പ്രിൻസിനോട് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഡു യു തിങ്ക്? ദ ലിറ്റിൽ സ്വാലോ വിൽ ഹെൽപ്പ് ദ ഹാപ്പി പ്രിൻസ് ഓർ നോട്ട്? ഹെൽപ്പ് ചെയ്യോ? അത് we will see whether he is helping him or not എന്നുള്ളത് we can see in the next class. Now we can see the side questions in this lesson. 10 questions are there till this page, that is till page number 115. We are having 10 side questions that we can see now. Okay, first question, why did the people admire the statue of the happy prince? The statue was covered within leaves of fine gold. It has 2 bright sapphires for its eyes, and a large red ruby glowed on its sword hilt. It was that much beautiful and elegant so that the people admired it. Okay, now second question. Pick out the sentences that show people's admiration for the happy prince. Okay, ഹാപ്പി പ്രിൻസിന് അവർക്ക് ഇഷ്ടമാണ് എന്ന് കാണിക്കുന്ന ലൈൻസ് ഏതൊക്കെയാണ്? സോ ഫസ്റ്റ്, ബി ലൈക്ക് ദ ഹാപ്പി പ്രിൻസ്, ഹി നെവർ ക്രൈസ് ഫോർ എനിത്തിങ്. പിന്നെ ഐ എം ഗ്ലാഡ്, ആ മദറും ആ ഒരു ഡിസപ്പോയിൻറ്റഡ് മേണും പറയല്ലോ, ആ 2 ലൈൻ യു ക്യാൻ മാർക്ക് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഈ ലൈൻസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്താലും മതി, എഴുതണമെന്നില്ല. ഓക്കെ, ആ മാർക്ക് ബ്രാക്കറ്റ് ചെയ്തിട്ട് യു ക്യാൻ പുട്ട് ക്വസ്റ്റ്യൻ നമ്പർ 2. ആൻഡ് ദെൻ third question is, have you seen birds making nest? Where do they nest? ഓക്കെ, നിങ്ങൾ ബേർഡ്സ് നെസ്റ്റ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? എവിടെയാണ് നെസ്റ്റ് ഉണ്ടാക്കുക? എവിടെയാണ്? യെസ്, on the branches of trees. Yes, I have seen birds making nest, and it's a yes or no question. That is a question starting with the helping verb. I already told you, right? Have എന്നുള്ളത് ഒരു ഹെൽപ്പിംഗ് വെർബാണ്. സോ അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിൽ യെസ്സോ അല്ലെങ്കിൽ നോ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ യെസ് ഐ ഹാവ് സീൻ, നോ ആണെങ്കിൽ നോ ഐ ഹാവ് നോട്ട് സീൻ, ഐ ഹാവിൻറ്റ് സീൻ. Okay, so I haven't seen birds making nest. They used to make nest on the branches of trees. Okay, now question number 4. Why did the swallow decide to stay between the feet of the statue? The little swallow was going to Egypt to join his friends. When it became night, the swallow decided to take rest and was searching for a place to stay. He saw the golden statue of the happy prince and considered his resting place as a golden bedroom. ഓക്കെ, എന്തിനാണ് അവിടെ ദാറ്റ് ഇസ് സ്റ്റാച്യൂൻ്റെ ഫീറ്റിൻ്റെ നടുക്കിൽ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചത്? അത് ഈജിപ്തിലേക്ക് പറന്നു പോകുമ്പോൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നോക്കായിരുന്നു. അപ്പോൾ ആ സമയം ഗോൾഡൻ സ്റ്റാച്യൂ കണ്ടു. സോ അതെന്ത് ചെയ്തു? ഇന്ന് ഒരു ഗോൾഡൻ ബെഡ്റൂമിൽ തന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചിട്ടാണ്
ഹാപ്പി പ്രിൻസിൻ്റെ സ്റ്റാച്യൂയിലേക്ക് വന്നത് അല്ലേ? സോ ദറ്റ് ഈസ് ദ ആൻസർ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 5. There were no clouds in the sky. Then from where did the drops of water come? Okay, ഇവിടെ ഒരു ക്ലൗഡിയേ അല്ല, പിന്നെ എങ്ങനെയാണ് റെയിൻ ഡ്രോപ്സ് വന്ന് നോക്കുന്നുണ്ടല്ലോ. So the drops of water came from the eyes of the happy prince. It was his tears. Okay, ആ ഡ്രോപ്സ് എവിടെ നിന്നാണ് വന്നത്? From the eyes of the happy prince. അതെന്തായിരുന്നു? It was his tears. അത് വെള്ളമല്ല, ഹാപ്പി പ്രിൻസിൻ്റെ ടീയേഴ്സ് ആണ്. Question number 6. Why was the prince not aware of tears when he was alive? ഹാപ്പി പ്രിൻസ് ജീവിച്ചിരുന്ന സമയത്ത് ടീയേഴ്സിന് എന്താണ് പോലും അറിയില്ലല്ലോ. എന്തുകൊണ്ട്? Because the prince lived in the palace. No sorrow was allowed to enter there. He enjoyed all the pleasures and never heard the taste of sorrow. So he was not aware of tears. So before this you can write the word because also. Okay, because the prince അങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ മതി. Because the prince lived in the palace. പാലൻസിലാണ് ജീവിച്ചത്. അവിടെ സോറോണ അലൗഡേ അല്ല, പ്ലഷർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. സോറോ എന്ന് പറഞ്ഞാൽ എന്താണ് പോലും അറിഞ്ഞിട്ടില്ല. സോ ദാറ്റ് ഈസ് വൈ നമ്മൾ സങ്കടങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാ വെറുതെ കരയൂലല്ലോ. സങ്കടങ്ങൾ വരുമ്പോഴല്ല നമുക്ക് കരച്ചിൽ വരാം. സോ അതുകൊണ്ടാണ് ഹാപ്പി പ്രിൻസിന് ടീയേഴ്സ് ഉണ്ടെങ്കിൽ എന്താണ് പോലും അറിയാത്തത്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 7. വാട്ട് മെയ്ഡ് ദ ഹാപ്പി പ്രിൻസ് സാഡ്? എന്താണ് ഹാപ്പി പ്രിൻസിനെ സാഡ് ആക്കിയത്? The statue of the happy prince was on a high pillar. He could see all the ugliness and the misery of his people that made him sad. Okay, അങ്ങനെ എന്താണ് ഒരു ഹൈ പില്ലറിൻ്റെ മുകളിലാണുള്ള ഹാപ്പി പ്രിൻസിൻ്റെ സ്റ്റാച്യു ഉള്ളത്. സോ അവിടെ നിന്ന് സിറ്റിയിൽ നടക്കുന്ന എല്ലാ ചീത്ത കാര്യങ്ങളും സങ്കടങ്ങളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. സോ അതാണ് ഹാപ്പി പ്രിൻസിനെ സാഡ് ആക്കിയത്. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 8. What was the boy crying? Why was the boy crying? The boy was suffering from fever and asking for oranges. His mother had no money to buy oranges, so she gave him river water. That made him cry. Next എന്താണ്? ആ ബോയ് എന്തിനു വേണ്ടിയിട്ടാണ് കരയുന്നത്? അവന് ഫീവർ ഉണ്ട്, ഓറഞ്ചസ് ചോദിച്ച് കരയാണ്. ബട്ട് മദറിൻ്റെ കയ്യിൽ പൈസ ഇല്ല. സോ ഷീ ഈസ് ഗിവിങ് ഓൺലി റിവർ വാട്ടർ, വെള്ളമാണ് കൊടുക്കുന്നത്. സോ അതാണ് ആ ബോയിനെ കരയാൻ കാരണം, റീസൺ. ദാറ്റ് ഈസ് ദ റീസൺ. And then question number 9. Why was the swallow not ready to help the woman at first? ഫസ്റ്റ് എന്തുകൊണ്ടാണ് വുമനെ ഹെൽപ്പ് ചെയ്യൂലാന്ന് പറഞ്ഞത്? ബിക്കോസ് എന്താണ് he lost his friends on the way, wished to meet them as soon as possible, so that he was not ready to stay with the prince. എന്താണ്, അവർ ഫ്രണ്ട്സൊക്കെ ആൾറെഡി ഈജിപ്തിലേക്ക് പോയല്ലോ. they have gone. ഈ സ്വാലോ മാത്രമാണ് ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ വിൻ്റർ വരാനും വിൻ്റർ സീസൺ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. സോ അത് ഒരിക്കലും ഇവർക്ക് പിടിച്ച് നിൽക്കാൻ കഴിയൂല വിൻ്റർ സീസണിൽ. സോ ദാറ്റ് ഈസ് വൈ അറ്റ് ഫസ്റ്റ് ഹി റെഫ്യൂസ്ഡ് ടു ഹെൽപ്പ് ദ വുമൺ. ഫസ്റ്റ് റീസൺ അതാണ് പറഞ്ഞത്. പിന്നെ സെക്കൻഡ് ഒരു റീസണും കൂടി പറഞ്ഞു. അതെന്താണ്? ബോയ്സിനെ ഇഷ്ടമല്ല, അവർ കല്ലെടുത്ത് എറിയാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. സോ ഫസ്റ്റ് റീസൺ പറഞ്ഞത് ഇതാണ്, അവർ ഫ്രണ്ട്സൊക്കെ പോയി, അപ്പോൾ എനിക്ക് പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് എത്തണം, അതുകൊണ്ട് എനിക്ക് സ്റ്റേ ചെയ്യാൻ പറ്റൂല എന്നാണ് ഫസ്റ്റ് ഹാപ്പി പ്രിൻസിനോട് പറഞ്ഞത്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 10. Why do some children throw stones at animals and birds? Have you ever prevented them? നമ്മളുടെ വീടിൻ്റെ അടുത്തൊക്കെ കാണാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പോലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ഈ എല്ലാവരും കുറേ നമ്മൾ എപ്പോഴും കാണാൻ പറഞ്ഞത് ഈ ഡോഗ്സൊക്കെ വരുന്ന സമയത്ത് ഡോഗ്സിൻ്റെ മുകളിൽ കല്ലെടുത്ത് എറിയാനാണ്. അടുത്ത് വരുമ്പോഴത്തേക്കും അവർ നമ്മളുടെ അടുത്ത് കടിക്കാനോ അങ്ങനെ ഒന്നും വന്നിട്ടുണ്ടാവില്ല, വെറുതെ റൂട്ടിൽ പോയിക്കൊണ്ടേയിരിക്കും, അതിൻ്റെ മുകളിൽ കല്ലെടുത്തിടും. അത് ശരിയുള്ള കാര്യമല്ലല്ലോ. നമ്മളിപ്പോൾ കടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എരിയുന്നതിൽ ഒരു കാര്യമുണ്ട്, അല്ലാണ്ട് വെറുതെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ദാറ്റ്സ് നോട്ട് ഗുഡ്, ഇറ്റ്സ് സോ ബാഡ്, റൈറ്റ്? സോ ഹാവ് യു എവർ പ്രിവെൻറ്റഡ് ദം? അങ്ങനെ ചെയ്യുമ്പോൾ അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ, അവരെ രക്ഷിച്ചിട്ടുണ്ടോ? അതാണ്. സോ സം ചിൽഡ്രൻ ത്രോ സ്റ്റോൺസ് അറ്റ് ആനിമൽസ് ഇൻ എ ഫിയർ ദാറ്റ് ദേ മേ അറ്റാക്ക് ദം. ഓക്കെ, എന്താണ്? വെറുതെ അവർ ഒരു പേടി കൊണ്ട് നമ്മളെ കടിക്കോ, ആ നായ ചിലപ്പോൾ നമ്മളെ കടിക്കോ എന്നുള്ള പേടി കൊണ്ട് തന്നെ അവർ എരിയാറുണ്ട്. ചിലർ അങ്ങനെ ഒരു പേടിയില്ലാതെ വേണൂന്ന് വെച്ചിട്ട് എരിയാറുണ്ട്, നമ്മൾ കാണാറുണ്ട്. ചില ആൾക്കാരുണ്ട്, ഞാനൊക്കെ കണ്ടിട്ടുണ്ട്, വെറുതെ റോഡിൽ പോണേ ഡോഗിൻ്റെ മുകളിൽ കല്ലെടുത്ത് എരിയുക, അങ്ങനെ അറ്റാക്ക് ചെയ്യും എന്നുള്ള പേടി കൊണ്ട് ചില ചിൽഡ്രന് അങ്ങനെ ചെയ്യാറുണ്ട്. സോ
സോ സം അതർ ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ഡൂയിങ് ദറ്റ്. ദാറ്റ്സ് വാട്ട് ഐ ടോൾഡ്. ചിലർക്ക് അങ്ങനെ ചെയ്യുന്നതിൽ സന്തോഷമാണ്, അങ്ങനെ അവരെ ഉപദ്രവിക്കുന്നതിൽ ദേ ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ഡൂയിങ് ദറ്റ്. ഹേർട്ടിങ് അനിമൽസ് ആൻഡ് ബേർഡ്സ് ഇസ് നോട്ട് എ ഗുഡ് ഹാബിറ്റ്. ഓക്കെ, അങ്ങനെ അനിമൽസിനെയും ബേർഡ്സിനെയും ഹേർട്ട് ചെയ്യുന്നത് നല്ല ഹാബിറ്റ് ഒന്നും അല്ല. സോ ഹിയർ ഹാവ് യു എവർ പ്രിവെൻറ്റഡ് ദം, ആ ക്വസ്റ്റനും കൂടിയുണ്ട്. സോ അവിടെ യു ഹാവ് ടു റൈറ്റ്, നിങ്ങൾ അങ്ങനെ പ്രിവെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് ഐ ഹാവ് പ്രിവെൻറ്റഡ് ദം. If it is no, no, I have never prevented them. No, I haven't prevented them. I have never num either, I haven't prevented them num either. Okay, so complete these 10 side questions also. This is what you have to do. So today this is your homework. We can see the rest of the lesson in the next class. Okay, thank you children.